Watch India's largest kids library only on Jio Hotstar. Download the app now. Idea കിട്ടിപ്പോയി. Number 1, number 2 എനിക്ക് ഐഡിയ കിട്ടിപ്പോയി. പമ്പരമില്ലാത്ത കയറ് ഒന്നിനും ഉപയോഗപ്പെടില്ല. അതേപോലെ മോത്ലുവിനെയും പട്ലുവിനെയും പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടു ഒന്നിനും ഉപയോഗപ്പെടില്ല. കവിതയൊക്കെ ഇരിക്കട്ടെ, ആദ്യം മോട്ടു പത്ലുവിനെ പിരിക്കേണ്ട കഥ നോക്ക്. അതാ മോട്ടു വരുന്നുണ്ട്. ഓക്കെ, നമ്പർ 1 മോട്ടു വരുന്നുണ്ട്. റെഡി ആയിട്ടിരിക്ക. നല്ല മണം. എന്റെ സഹോദര മോട്ടു, ഒന്ന് അടങ്ങ. ഞാൻ നിനക്ക് എടുത്തു തരാമല്ലോ സമോസ. എന്താ രാംലാൽ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ രാവിലെ തൊട്ട് ഈ സർട്ടിഫിക്കറ്റ് നിന്നോട് കാണിക്കാൻ വളരെ ആകാംക്ഷയോടെ നാട് മൊത്തം തേടുകയാണ്. ഇതാ കണ്ടില്ലേ, ഗവൺമെന്റ് നിനക്കും എനിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ വേൾഡ് എന്ന അവാർഡ് കൊടുത്തിരിക്കുകയാണ്. ശ്യാംലാൽ, അഭിനന്ദനങ്ങൾ. ഇങ്ങടിച്ച് നമ്മളെ പോലെ നല്ല സുഹൃത്തുക്കൾ ഇതുവരെ ലോകത്തിൽ ആരും ഉണ്ടാവില്ല. ഒരു സാധ്യതയില്ല. വിവരക്കേട് വിളിച്ചു പറയരുത്. മോട്ടുവും പത്ലുവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ്, അറിയോ? സുഹൃത്തേ, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ സർട്ടിഫിക്കറ്റ് ആര് ടെസ്റ്റിൽ പാസ് ചെയ്യുന്നോ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതെങ്ങനെ? എങ്ങനെയെന്ന് വേഗം പറ. നിന്റെ ജീവന് വല്ല ആപത്തും വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. നിന്റെ സുഹൃത്ത് കേട്ട്ലു. കേട്ട്ലു അല്ലടോ പത്ലു. ആരായാലും എന്തോ ഒന്ന് നിന്റെ ജീവൻ ആപത്ത് വരുമ്പോ തന്റെ ജീവൻ കൊടുത്ത് നിന്നെ രക്ഷിക്കുന്നുണ്ടോന്ന് എന്ന് നോക്കാം. അങ്ങനെ അവൻ ചെയ്താൽ നിങ്ങൾക്കും ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാം. ശ്യാംലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ നമ്മൾ രണ്ടുപേരുമാ. സത്യം, ഇവന്റെ ടെസ്റ്റില് ഇവന്റെ കൂട്ടുകാരൻ തോറ്റുപോകും. തോത്തുലു അല്ലടോ പത്ലു. ഞങ്ങളെ തല്ലുന്നത് വിട്ടിട്ട് നിന്റെ ഫ്രണ്ടിനെ പോയി ടെസ്റ്റ് ചെയ്യാൻ നോക്ക്. അതിനുശേഷം മോട്ടു പത്ലു ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യ. ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോ തന്നെ പോവാണ്. നിങ്ങൾ രണ്ടുപേരും കണ്ടോളൂ. എന്റെ കൂട്ടുകാരൻ പത്ലു എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. മോട്ടു എന്റെ വരയിൽ കുടുങ്ങി കഴിഞ്ഞു. ചേട്ടാ, മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ പത്ലു ആണ്. പത്ലു അവനെ ആരെ കൊണ്ടും പറ്റിക്കാനാവില്ല. പക്ഷെ നിന്നെ ഒരു ചെറിയ കുട്ടി പോലും പറ്റിക്കും. ഓക്കെ, എന്റെ കൂടെ വരൂ. ഒരു സെക്കൻഡിൽ ഞാൻ അവനെ പൊട്ടനാക്കിയില്ലെങ്കിൽ എന്റെ പേര് മോട്ടു എന്നല്ല. ശരി മോട്ടു, നമുക്ക് ബെറ്റ് വെച്ചാലോ? ശരി മോട്ടു, ഇപ്പൊ നീ പത്ലുവിനെ പറ്റിച്ചു കാണിക്ക. മോട്ടു, ഞാനും നോക്കാം നീ എന്നെ എങ്ങനെയാണ് പൊട്ടം കളിപ്പിക്കാൻ പോകുന്നതെന്ന്. എത്ര പേര് കണ്ടു കാണും. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പത്ലു, എന്റെ കൂട്ടുകാരെ, എന്നെ സഹായിക്കൂ. എന്റെ കൈ ഇപ്പൊ വഴുതി പോവും. ഇതൊക്കെ വളരെ ഈസിയായ കാര്യമല്ലേ മോട്ടു. ഇതൊക്കെ നിനക്ക് എത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. ഞങ്ങളുടെ സഹായം നിനക്ക് ആവശ്യമില്ല. പത്ലു, എന്റെ പത്ലു, നിന്റെ കൂട്ടുകാരൻ ആപത്തിലിരിക്കുമ്പോ നിനക്ക് അങ്ങനെ ഇട്ടേച്ച് പോവാൻ തോന്നുന്നു. ഞാനിപ്പോ താഴെ വീഴും. മോട്ടു, ഡാഡി, എന്റെ നടു ഒടിഞ്ഞു പോയല്ലോ. പത്ലു എന്റെ കൂട്ടുകാരനല്ല. പത്ലു എന്റെ കൂട്ടുകാരനല്ല. നീ വേണമെങ്കിൽ ഇനി
നീയും ഒരു തവണ പോലും ടെസ്റ്റ് ചെയ്യ്. പിന്നെ ഇതും ഓർമ്മയിൽ വെച്ചോ, ശ്യാംലാൽ രാംലാൽ പേരാണ് എപ്പോഴും ബേസ്. അതെ, ഈ ലോകത്തിലെ ബേസ്. മോട്ടു സ്റ്റോപ്പ്. എന്റെ ബൈക്ക് നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പത്ലു മോട്ടോർ ബൈക്കിന്റെ ബ്രേക്ക് പിടിക്കുന്നില്ല. മോട്ടു, ഇതൊക്കെ നിനക്ക് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് നീ തന്നെ നിന്നെ സ്വയം രക്ഷിച്ചോ. എന്ത്, ഞാൻ തന്നെ എന്നെ സ്വയം രക്ഷിക്കാനോ? പത്ലു ഹെൽപ്പ്. പത്ലു എന്റെ കൂട്ടുകാരനല്ല. ചേട്ടാ കസിറ്റാറാം എന്റെ ചങ്ങ ബ്രോ. വീണത് നമ്മളല്ലേ? മോട്ടു എന്തിനാ കരയുന്നത്? അവിടെ എന്താ രണ്ടുപേർ ഡാൻസ് കളിക്കുന്നത്? എന്താ കാര്യം പറയൂ മോട്ടു. ഡോക്ടർ ജഡ്ക, ഞാൻ പറയാം. ഇതാണോ കാര്യം? അപ്പൊ ഇനിയൊരു ടെസ്റ്റും കൂടി വെച്ച് നോക്ക്. ഇനി ഞാനും നോക്കട്ടെ. ഇനി അടുത്തത് മോട്ടു എങ്ങനെയാണ് എന്നെ പൊട്ടം കളിപ്പിക്കാൻ പോകുന്നതെന്ന്. ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. ഞാൻ ഈ ബലൂണിൽ പറന്നുകൊണ്ടിരിക്കുക. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. മോട്ടു, എന്റെ സുഹൃത്തെ, ഇത് നിനക്ക് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? എന്റെ സഹായം എന്തിനാ? സ്വയം രക്ഷിച്ചോ. വേണ്ട. ഞാൻ ഈ നഗരം വിട്ട് തന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോവാ. ഇവിടെ എനിക്കൊരു നല്ല കൂട്ടുകാരൻ പോലും ഇല്ല. നമ്മളെ പറ്റിയുള്ള രഹസ്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടാം. നമ്മളുടെ പണി തീർന്നു. മോട്ടു പത്ലു കൂട്ടുകാർ പിരിഞ്ഞു കഴിഞ്ഞു. മോട്ടു സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. മോട്ടു, മതി, ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഞാൻ നിന്റെയും ഡോക്ടർ ജഡ്കയുടെയും സംസാരം കേട്ടതാണ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ പോകുന്നെന്ന് അല്ലേ? പക്ഷെ മോട്ടു ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതെ അതെ, അത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ആരോ രണ്ടുപേര് ആൾമാറാട്ടം കളിച്ച് എന്നെ പൊട്ടം കളിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്ക് തീർച്ചയുണ്ട് അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചത്. എനിക്ക് ഒരു സംശയവുമില്ല. എവിടെയാണ് രാംലാലും ശ്യാംലാലും? എന്റെ അമ്മോ, ഇത് തീർച്ചയായിട്ടും അവരെ പണി തന്നെ ആയിരിക്കും. അവർ രണ്ടുപേരും ചേർന്ന് നിങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ചെയ്യിച്ചത് തീർച്ചയായിട്ടും ജോൺ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ചെയ്യുമോട്ടു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്ലു, നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ജോൺ, 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 ഞാൻ ഈ നഗരം വിട്ട് എന്നേക്കുമായി തനിച്ച് കമൽപൂരിലേക്ക് പോവാണ്. നിനക്ക് നിന്റെ വാൻ വെച്ച് എന്നെ കമൽപൂരിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ നഗരം എന്നേക്കുമായി ഇട്ടേച്ച് പോവാൻ പോവാ. പ്ലീസ്. മോട്ടു, എന്റെ സുഹൃത്തെ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും തരാൻ തയ്യാറാണ്. ആ പത്ലു നിന്റെ കൂട്ടുകാരനെ അല്ല. നിനക്കൊരു ചെറിയ ഉപകാരം പോലും ചെയ്തില്ലല്ലോ. മോട്ടു, നീ കമൽപൂർ പോവാണോ? ഞാനത് കേട്ടല്ലോ. പൊയ്ക്കോ പൊയ്ക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതെ, ഞാൻ പോവാ. പക്ഷെ നിന്നെ എങ്ങാനും കമൽപൂരിൽ കണ്ടാൽ ഞാൻ നിന്നെ എങ്ങനെ തല്ലുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ തല്ലുമെന്ന് എനിക്കറിയില്ല. കാണിച്ചു കൊടുക്കും മോട്ടു, കാണിച്ചു കൊടുക്ക്. നീ എങ്ങനെ അടിക്കും, എങ്ങനെ പഞ്ചറാക്കും? എങ്കിൽ ശരി, കണ്ടോ, ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അത് എന്റെ വീട്ടിൽ കാണിക്കാനല്ല. എന്നെ വിട്ടേക്ക് മോട്ടു. വേണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി മോട്ടു. എന്നെ വിട്ടേക്ക്. കണ്ടില്ലേ എടാ പത്ലു, നിന്നെ ഞാൻ അവിടെ കണ്ട ഇതുപോലെ ആയിരിക്കും തല്ലുക. കാര്യം ഇതാണല്ലേ? ഇനി നീ ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഒരിക്കൽ കൂടെ ഞാൻ നിന്നെ പുർപ്പുറി നഗറിൽ വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒരു മരത്തിൽ കെട്ടിയിട്ട് നന്നായിട്ട് അടിച്ച് ശരിയാക്കും. എന്റെ അമ്മോ, പത്ലു ഒന്ന് ചെയ്ത് കാണിച്ചേ എങ്ങനെ തല്ല എന്ന്. ഇപ്പൊ കാണിച്ചു തരാം. വേണ്ട, please, വേണ്ട. എന്നെ വിട്ടേക്ക്. Please, എന്നെ തല്ലല്ലേ. എന്നെ വിട്ടേക്ക്. എന്നെ രക്ഷിക്കണം, സർ.
ഫ്രണ്ട്സ് ആയി തന്നെ ഇരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. അറിയാമല്ലോ എന്നെ കുറിച്ച്. ചേട്ടാ ചിങ്കം സാർ, എന്റെ ചങ്ക എന്റെ ബ്രോ അതെങ്ങനെ ചെയ്യും? ഒന്ന് ചെയ്ത് കാണിച്ചേ നോക്കട്ടെ. വേണ്ട, കാണിക്കണ്ട കാണിക്കണ്ട. വന്നേ. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലാവുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ അടിച്ചു പിഴിയാനാണ് പ്ലാൻ ഇട്ട് വന്നത്. കോളിച്ചടത്തല്ല മോട്ടു പത്രോ, നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കുണ്ടാ. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേർക്കും എല്ലാം അറിഞ്ഞെന്ന്. ചിങ്ങം സാർ, ഞാൻ നിങ്ങളെ ജയിലിൽ വെച്ച് കാണാം. നിങ്ങൾ എന്നെ അവിടെ വെച്ച് തല്ലിയാൽ മതി. പ്ലീസ്, ഞാൻ ഓടട്ടെ. Watch India's largest kids library only on Geo Hotstar. Download the app now.